കണ്ണൂർ പുന്നച്ചേരിയിൽ ഗ്യാസ് സിലിണ്ടർ ലോറിയിൽ കാറിടിച്ച് 5 മരണം. കാസർകോട്ടെ ഒരു കുടുംബത്തിലെ 4 പേരും ഡ്രൈവറുമാണ് മരിച്ചത്. ഇതിന്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അമൽനാഥ് പാടിച്ചാൽ ചേരുന്നു. അമൽനാഥ്, എങ്ങനെയായിരുന്നു അപകടം സംഭവിച്ചത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അജിബിഷാദ്, ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടം നടക്കുന്നത്. കണ്ണൂർ ചെറുകുന്ന് പുന്നച്ചേരി ദേശീയപാതയിലാണ് അപകടം നടന്നത്. KL 58 D 67 53 എന്ന സ്വിഫ്റ്റ് കാർ ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന മറ്റൊരു ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ സ്വിഫ്റ്റ് കാർ കോഴിക്കോട് ഭാഗത്തു നിന്നും വരികയായിരുന്നു. അപ്പോൾ ഒരു ലോറി ഈ സ്വിഫ്റ്റ് കാറിനെ മറികടക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഈ കാറിന്റെ ഒരു ഭാഗത്ത് ഇടിക്കുകയും ചെയ്തു. നിയന്ത്രണം വിട്ട കാർ വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയും എതിരെ വന്ന ഈ ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറിയിൽ ഇടിക്കുകയുമായിരുന്നു. ഈ കാറിലുണ്ടായിരുന്ന 5 പേരും അപകടം നടന്ന ആ സമയം തന്നെ മരണപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. 3 പുരുഷന്മാരും ഒരു സ്ത്രീയും ഒരു കുട്ടിയുമാണ് മരണപ്പെട്ടത്. ഇവർ കോഴിക്കോടുള്ള കൃപാലയം ഗൈഡൻസ് ഹോസ്റ്റലിൽ തങ്ങളുടെ കുട്ടിയെ അവിടെ ആക്കി തിരിച്ചു വരുമ്പോഴായിരുന്നു ഈ ഒരു അപകടം നടന്നത്. അപകടത്തിൽ കരിവള്ളൂർ പുത്തൂർ സ്വദേശി കൃഷ്ണന്റെ മകൾ അജിതയുടെ ഭർത്താവ് സുധാകരൻ, ഒപ്പം 9 വയസ്സുള്ള ചെറിയ കുട്ടി ആകാശ്, ഡ്രൈവർ പത്മകുമാർ എന്നിവരാണ് മരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ അപകടം നടന്ന ഉടൻ തന്നെ നാട്ടുകാരൊക്കെയും അവിടെ ഓടിക്കൂടിയെങ്കിലും ഈ കാറിൽ നിന്നും ഇവരെ പുറത്തെടുക്കുവാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. കാരണം ആ കാർ അപകടത്തെ തുടർന്ന് അത്തരത്തിൽ പൂർണ്ണമായും തകർന്ന തരിപ്പണമായ ഒരു സാഹചര്യമായിരുന്നു. ശേഷം സംഭവ സ്ഥലത്തേക്ക് പോലീസും ഫയർഫോഴ്സും എത്തി കാറിന്റെ ഒരു ഭാഗം പൂർണ്ണമായും മുറിച്ചു മാറ്റിയാണ് ഈ 5 മൃതദേഹങ്ങളും പുറത്തെടുത്തത്. ശേഷം പെരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. പ്രാഥമികമായ നിഗമനത്തിൽ ഈ ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയിരുന്നു. ഒപ്പം തന്നെ ലോറി അമിത വേഗത്തിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചത്. ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഈ ലോറിയിൽ ഉണ്ടായിരുന്ന 2 ഡ്രൈവർമാരെയും എതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി വന്നത്. ഒരു കുടുംബത്തിലുള്ള 4 പേരടക്കമാണ് ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ടത്. അജിംഷ. ശരി, അമൽനാഥ് പാടിച്ചാലാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.